ഹലോ ഗൈസ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബയോമെട്രിക് ആക്സസ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള അറ്റൻഡൻസ് സിസ്റ്റത്തിൻ്റെ ഒരു ക്വിക്ക് ടയർ ഡൗൺ ആണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 5 വോൾട്ട് 2 ആംപിയറിലാണ്. ഇത് എനിക്ക് ഒരു ബാറ്ററി RTC ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഇതൊരു ക്വിക്ക് ടയർ ഡൗൺ ആയിട്ട് വരുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സൈഡും എല്ലാം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്, ഒരു മാസ്റ്റർ റീസെറ്റ് ആണ്. ഒരു USB പോർട്ട് ഉണ്ട്, നമുക്ക് ഡേറ്റയൊക്കെ USB വഴി ഔട്ട് ചെയ്യാം. 2 LED ലൈറ്റുകളുണ്ട് സ്റ്റാറ്റസ് കാണിക്കാനായിട്ട്. ബാക്കി മറ്റ് സൈഡുകളൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഒരു സിംഗിൾ സ്ക്രൂ ആണ്, ചെറിയ ഹോൾ കാണുന്നത്. മറ്റേത് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഇതാ ഇവിടെയായിട്ട് ഒരു സ്പീക്കറുണ്ട്. അതിന് താഴെയായിട്ട് ഞാൻ ഈ വരച്ച ഒരു പോയിന്റിൽ ഒരു RFID ടാഗ് റീഡറുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം. ഈ കാണുന്നതാണ് ഫ്ലഡ് ഇലുമിനേറ്റർ. താഴെയുള്ള ഫിംഗർ പ്രിൻറ്റ് ക്യാമറയിലേക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടുന്ന ലൈറ്റ് കൊടുക്കുന്നത് ആ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇതൊരു ഫുൾ ടച്ചല്ല, കളർ സ്ക്രീനാണ്. അതിന് താഴെയായിട്ടൊരു നമ്പർ പാഡുണ്ട്. ടാക്ടൈൽ ബട്ടൺസ് ആണ്, റബ്ബർ ബട്ടൺസ് അല്ല. പ്രോപ്പർ ടാക്ടൈൽ ഫീഡ്ബാക്ക് തരുന്ന കീപാഡാണ്. അപ്പം പെട്ടെന്നൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഇവിടെ 3 ബോർഡ് കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ബോർഡിൽ ചെയ്ത ഒരു പ്രൊജക്റ്റ് പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഒരുപാട് ഹെഡർ പിന്നൊക്കെ ഇപ്പോഴും ഫ്രീ ആയിട്ടുണ്ട്. താഴെ കാണുന്ന ബ്ലൂ കളർ ബോർഡ് എന്ന് പറയുന്നതാണ് മെയിൻ ഇൻ്റർഫേസ് ബോർഡും പവർ മാനേജ്മെൻറ്റ് ബോർഡും വരുന്നത്. ഇൻ്റർഫേസ് ബോർഡിലാണ് നമ്മുടെ ലാനും പവറും USB പോർട്ടും വന്നിരിക്കുന്നത്. ലാൻ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാം പോസിബിൾ ആക്കുന്ന ഇതാണ്. ഇതിൻ്റെ മെയിൻ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടാവും. അതിനുവേണ്ടിയുള്ള ലാൻ പോർട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. DC ജാക്ക് കണക്ട് ചെയ്യാനുള്ളതും 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ളതും വരെ പോർട്ടുകൾ നമുക്കിവിടെ കാണാം. ഇതാണ് ഒരു കേബിൾ മാനേജ്മെൻറ്റ് ഒരു ഏരിയയാണിത്. അപ്പം പെട്ടെന്നുള്ള കാഴ്ച തന്നെ നമുക്ക് കാണാം. ഒരു ഗ്രീൻ കളർ ബോർഡ് കാണുന്നുണ്ട്, 2 എണ്ണം. ലെഫ്റ്റ് സൈഡിലുള്ളത് RFID ഇൻ്റർഫേസിനുള്ളതാണ്. അതിന് മുകളിലാണ് RTC ബാറ്ററി. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ തുറന്നത് തന്നെ. ഇത് വർക്കിംഗ് യൂണിറ്റ് ആണ്, അതുകൊണ്ട് 5 മിനിറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഫർദറായിട്ട് ഇതിനെ ഡീറ്റെയിൽ ടയർ ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ മുകളിൽ കാണുന്ന പച്ച കളറുള്ള ബോർഡാണ് മെയിൻ ഇൻ്റർഫേസ് ബോർഡ്. കീപാഡും നമ്മുടെ ഡിസ്പ്ലേ, സെൻസർ ഇതെല്ലാം ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്നത് ആ വലിയ പച്ച കളറുള്ള ബോർഡാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ ബോർഡിൽ കണക്ഷൻ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു കോയിൽ RFID കോയിലേക്ക് മാത്രമാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ ബോർഡ് കാണുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്ന മെയിൻ ബോർഡിലേക്കാണ്. അത് LED ആണ്, ആ ലെഫ്റ്റ് സൈഡിലെ ചെറിയ ബോർഡ്. അത് കീപാഡ്, ഒരു മക്സിൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു IC ഉണ്ട്. ഡയറക്റ്റ് ഷീറ്റിൽ നിന്ന് തപ്പിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം വിടുകയാണ്. ഇനി ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് ഇതിനെ കാണിച്ചു തരാം നിങ്ങൾക്കായിട്ട്. അപ്പം ഇത് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ആ കോയിലാണ് ആദ്യം നമ്മുടെ വ്യൂവിൽ വരുന്നത്. ഈ RFID കോയിൽ എന്ന് പറയുന്നത് RFID ടാഗ്, അതായത് നമ്മുടെ ചിലർ കണ്ടിട്ടില്ലേ ID കാർഡ് കൊണ്ട് ഈ മെഷീനിൽ സ്വൈപ്പിംഗ് മെഷീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവുള്ളൂ. അതിനുവേണ്ടി ഡിറ്റക്ഷൻ, അപ്പോൾ RFID എനേബിൾഡ് ആയിരിക്കും. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RFID കോയിലാണ്. കോയിലിൻ്റെ തൊട്ട് താഴെയായിട്ട് 8 ohms 1.5 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്. ചെറിയ സ്പീക്കറാണ്, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് കാണുന്നതാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് കിട്ടിയത് RTC ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിന് വർക്കിംഗ് യൂണിറ്റാണ്, എനിക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട യൂണിറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഫർദർ ടയർ ഡൗൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കിട്ടുകയാണെങ്കിൽ ഞാൻ വേറൊരു മെഷീൻ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറയാം, കണ്ടോ, ഡെവലപ്മെൻറ്റ് ബോർഡ് പോലെ തന്നെ ഒരുപാട് ഹെഡർ പിന്നുകൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഹാക്കബിൾ ആയിരിക്കാം. പറ്റുമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.